ഹലോ, ഇറ്റ്സ് മീ യുവർ രഞ്ജുട്ടി. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, ഫസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരുപാട് പേര് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലേ, എന്താണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിന്ന് വന്നിട്ട് പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചും എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതും കുറിച്ചാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്തു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ പാഡും ക്ലോത്തും ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻഫെക്ഷനും ഇച്ച്നെസ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ നേരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇൻഫെക്ഷൻ വരും. അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്തു, സജസ്റ്റ് ചെയ്തു. ഫ്രണ്ട്സ് ആയാലും അതുപോലെ കസിൻ സിസ്റ്റേഴ്സ് ആയാലും അവരൊക്കെ സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ മുതൽ മേടിക്കുന്നത്. സോ ഞാൻ മേടിച്ചിട്ടുള്ളത് സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ദേ ബാക്കിലുണ്ട് 399 രൂപയാണ് കേട്ടോ. ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2.5 വർഷമായി. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കംഫർട്ടബിൾ ആണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് മുന്നേ. സോ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സിറോണയുടെ ആണ്. അപ്പോൾ 399 രൂപയുടെ മുതലാണ് അത് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, നമ്മൾ ഒരു പീരിയഡ്സ് കഴിയുമ്പോഴേക്ക് പാഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് വേണ്ടി വരും നമുക്കറിയാം. ഒരു പാക്ക് ഒന്നും നമുക്കൊന്നും ആവില്ല. അപ്പോൾ അതിനേക്കാളും എന്താണ്, നമുക്ക് അഫോർഡബിൾ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്, മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, 10 years നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. 10 വർഷം വാറണ്ടി എന്തുണ്ട് ഈ ഒരു ഒറ്റ മെൻസ്ട്രൽ കപ്പിനുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് 8 to 10 hours എന്ത് ചെയ്യാം, ഇത് ഇൻസേർട്ട് ചെയ്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാം. ഹെവി ബ്ലീഡിങ് ഉള്ള ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 and 10 hours നമുക്കിത് ഇൻസേർട്ട് ചെയ്ത് ഉള്ളിൽ നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് എനിക്ക് പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ സൈസ്, ഇത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ സൈസ് നോക്കണം. സ്മോള്, മീഡിയം, ലാർജ്, ഇങ്ങനെ 3 സൈസാണ് മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം പറയുന്നത് മാരീഡ് അല്ലാത്ത കുട്ടികൾക്ക് സ്മോളും അതുപോലെ മാരീഡ് ആയവർക്ക് മീഡിയവും ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലാർജും എന്നാണ് പറയുന്നത്. അതിൽ മാറ്റം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് എന്തായാലും മീഡിയം ആണ്. സോ നമ്മുടെ ബ്ലീഡിങ്ങിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് സൈസിന് മാറ്റം ഉണ്ടായിരിക്കും. സോ നല്ല ബ്ലീഡിങ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ മീഡിയം ലാർജും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് സൈസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ടൻ്റെ പൗച്ചിമാരത്തെ ഒരു പൗച്ച് പോലുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു മെൻസ്ട്രൽ കപ്പ് ഇട്ട് വെക്കുന്നത്. സോ അത് ഫസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു സാധനം നമ്മളെ വേറൊരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് നമ്മുടെ ഓരോ പീരീഡ്സും കഴിഞ്ഞിട്ട് ആ ഒരു എന്ത് ചെയ്യാം, കോട്ടൻ്റെ ക്ലോത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. ഇതിൻ്റെ താഴെ ടിപ്പ് കണ്ടോ, നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി പാകത്തിനാണ് താഴെ ഈ ഒരു ടിപ്പ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് വരുന്ന ന്യൂ വാങ്ങിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന പാക്കാണെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തിളയ്ക്കുന്ന ഒരു വെള്ളത്തിലിട്ടിട്ട് എന്ത് ചെയ്യണം, 5 മിനിറ്റെങ്കിലും ഇത് നല്ലോണം തിളപ്പിക്കണം. അത് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ 5 മിനിറ്റ് നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഓരോ ഇൻസേർട്ടും കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെന്നില്ല, സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഫസ്റ്റ് ടൈം നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ 8 hours റിമൂവ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ വാഷ് ചെയ്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് ബ്ലഡ് കളഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് രീതി. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ 7th ഡേ നമ്മൾ അല്ലെങ്കിൽ എന്നാണോ നമ്മുടെ പീരിയഡ് എൻഡ് ആവുന്നത് അന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കോട്ടൺ കൊണ്ട് തുടച്ച് വെറ്റുണ്ടാവാൻ പാടില്ല, നല്ലോണം ഡ്രൈ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഈ പൗച്ചിലിട്ടിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ അടുത്ത നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സി ടൈപ്പാണ്. ഇങ്ങനെയുള്ള കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാറ് ഉള്ളിലേക്ക്. സി ടൈപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാറ്. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാ, നമ്മൾ ഈ ടിപ്പ് കണ്ടോ, ഇത് ഇങ്ങനെ ആക്കുക. അപ്പോൾ അത് ഇങ്ങനെ വരും. ഇതിന് പറയുന്നത് പഞ്ച് ഡൗൺ ആണ് കേട്ടോ. പഞ്ച് ഡൗൺ മെത്തേഡാണ്. ഈ 2 മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യാറ്. പലർക്കും പല രീതിക്കായിരിക്കും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയുടെ സൈഡിൽ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം, ഏതൊക്കെ മെത്തേഡിൽ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത്. പലരും പല രീതിക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആദ്യം ഇങ്ങനെ മടക്കും, കണ്ടോ, ഇങ്ങനെ മടക്കും, എന്നിട്ട് വീണ്ടും ഇങ്ങനെ മടക്കും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇതിൻ്റെ നെയിം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, കാരണം ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ സി ടൈപ്പും അതുപോലെ പഞ്ച് ഡൗൺ മെത്തേഡുമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൈഡിൽ എന്ത് ചെയ്യാം, കൊടുക്കാം, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനെന്നുള്ളത് കൊടുക്കാം. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ്, അതായത് ഇൻസേർട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ സി ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. സി ടൈപ്പ്, ജസ്റ്റ് സി ടൈപ്പ് എടുത്തു, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ എന്തുണ്ടാവും, ലോക്കാവും. ഒരു ടിക്ക് അല്ലെങ്കിൽ ടക്ക് എന്ന് പറഞ്ഞ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസേർട്ട് ചെയ്ത സാധനം ഊരുന്ന സമയത്ത് ഇത് ഒറ്റയടിക്ക് പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, വലിക്കാൻ പാടില്ല. എനിക്ക് ഫസ്റ്റ് ടൈം പറ്റിയൊരു അബദ്ധം കൂടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വലിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ മുന്നേ, ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെയും അതുപോലെ റിമൂവ് ചെയ്യുന്നതിൻ്റെയും മുന്നേ കൈ എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചാൽ കൂളായിട്ട് പോരും. നമുക്ക് ബ്ലഡ് ഒഴിച്ചു കൊടുക്കാം, വാഷ് ചെയ്യാം, വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ്, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സാധനം ഫസ്റ്റ് വാങ്ങിയ സമയത്ത് എനിക്ക് നല്ല പേടിയായിരുന്നു, കാരണം ചെയ്തിട്ടില്ല. ഞാൻ പല വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കി, പല വീഡിയോസിലും ചിലർക്ക് പെയിനുള്ള കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സാധനം കയ്യിൽ കിട്ടി ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബോഡിയിലെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് സാധനം അല്ലേ, ഈശ്വര അതെങ്ങാനും മേലോട്ട് കയറി പോവോ എന്നടക്കം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തു. 2-3 വട്ടം പാളിപ്പോയി കേട്ടോ. 2-3 വട്ടം പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ സിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കത് വർക്കൗട്ട് ആയില്ല. പിന്നെ നമ്മൾ ഒരു കാല് മുകളിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കുക, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഒരു 1/2 hour എന്ത് ചെയ്തിട്ടുണ്ടാവും, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ടെൻഷനാണ്. 1/2 hour എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ആ സംഭവം, ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ദൈവമേ ഞാനാകെ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടെൻഷനാണ്, എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. അങ്ങനെ പക്ഷേ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് സ്മൂത്തായിട്ട് കയറി പോയിട്ടോ. പിന്നെ ടെൻഷനായിരുന്നു, അയ്യോ ഈ സാധനം ചാടിപ്പോരുമോ അല്ലെങ്കിൽ ലീക്കാവോ എന്താവോ ഒന്നും അറിയില്ല. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പേടിയായിരുന്നു, ഫസ്റ്റ് യൂസ് ചെയ്യാണ്. അപ്പം ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു, ഒരു പാഡും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നോക്കുമ്പോൾ പാഡിലൊന്നും
പാഡൊക്കെ ക്ലിയർ ആണ്, അതിലൊന്നും ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം എന്താണ് സാധനം കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലായി. നമുക്ക് ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂളായിട്ട് അത് വെച്ചുകൊണ്ട് മെൻസ്ട്രൽ കപ്പും വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഒന്നും ഇപ്പം നമുക്ക് പാഡ് വെച്ചാൽ എനിക്കുണ്ടാവുന്ന ഒരു സംഭവം, എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ടാവുന്ന, നമുക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അറിയാൻ പറ്റൂലേ, നമുക്ക് പോകുന്നത് അറിയാൻ പറ്റും. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്, നമുക്കൊന്നും എന്താ പറയുക, ഒരു റിലാക്സ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബി.എഡിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കക്കാടംപൊയിലേക്കൊരു NSSന്റെ അല്ല, നമ്മുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1 ഡേ ഒരു ഈവനിങ് പോയി. പക്ഷേ അന്ന് എല്ലാവരും വെള്ളത്തിലിറങ്ങി. പക്ഷേ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല, കാരണം എനിക്ക് പീരിയഡ്സ് ആയിരുന്നു, പാഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റെയിൻ ആവും, ഇറങ്ങാൻ പറ്റില്ല, വെറ്റായി കഴിഞ്ഞാൽ സ്റ്റെയിൻ ആവും. ആ ഒരു പേടി കൊണ്ട് ഇറങ്ങിയില്ല. പക്ഷേ ഈ ഒരു മുതൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് വെള്ളത്തിലിറങ്ങാം, ലീക്കാവില്ല. ഓക്കെ, 100% ഞാൻ പറയണത് അങ്ങനെ ഒരു സംഭവം ഇതിനെന്തില്ല, ഉണ്ടാവില്ല. നമുക്കൊരു ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് നടക്കാം. നമ്മൾ കറക്റ്റ് രീതിയിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പെയിൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യും, കറക്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യും, നിൽക്കുകയും ചെയ്യും. ഒരിക്കലും നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല, കയറി പോവില്ല. എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു. അതായത് ഫസ്റ്റായിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ചിന്തയാണല്ലോ. പക്ഷേ എന്ത് ചെയ്യില്ല, നമ്മളെ ഉള്ളിലോട്ട് എന്ത് ചെയ്യില്ല, അത് കയറി പോവില്ല. അതവിടെ സ്റ്റക്കായിട്ട് എന്ത് ചെയ്യും, നിൽക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ടോയ്ലറ്റ് പോകുമ്പോൾ അല്ലേ, നമുക്ക് ഈ ഒരു കപ്പ് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അത് റിമൂവ് ആക്കാതെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ കൂളായിട്ട് പോവാം. അത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, സുഖമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റിൽ 2-3 തവണ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ടൈം എടുക്കും ഇൻസേർട്ട് ചെയ്യാനാണെങ്കിലും, പക്ഷേ റിമൂവ് ചെയ്യാനാണെങ്കിലും കുറച്ച് ടൈം എടുക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിക്കുമല്ലോ, നമ്മൾ എങ്ങനെയാണെന്നുള്ള ആ ഒരു മെത്തേഡ് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് കൂളായിട്ട്. പക്ഷേ ഒരു അറ്റംപ്റ്റിൽ തന്നെ പിന്നെ കൂളായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഡിപ്പെൻഡ് അപ്പോൺ ആണ്, നമുക്ക് ടെൻഷനൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഞാൻ പൊതുവേ ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എന്തുകൊണ്ട് മുന്നേ ഈ ഒരു സാധനം ട്രൈ ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും സുഖമായിട്ട് ഇൻസേർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്, റിമൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്, നമുക്ക് കൊണ്ടു നടക്കാനും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഒരു പുതിയതായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരാൾക്കുള്ള ചിന്തയായിരിക്കും എന്ത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈശ്വര എന്തായിരിക്കും ഉള്ളിലോട്ട് കയറി പോവുക, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കാര്യം സ്മൂത്തായിട്ട് പോകും. നമുക്ക് എന്താ പറയുക, നല്ല സുഖമായിട്ട് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണെങ്കിൽ എപ്പോഴും 2-3 പ്രാവശ്യം ഫ്രണ്ട്സിനോട് നമ്മൾ ചോദിക്കും, സ്റ്റെയിൻ ഉണ്ടോ, ബാക്കിൽ സ്റ്റെയിൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, 8 hours കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാം, വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഷെയർ ചെയ്യുകയാണ്. അതിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, അതായത് എങ്ങനെ യൂസ് ചെയ്യാം, ഏത് മെത്തേഡാണ് നല്ലത് എന്നുള്ളതൊക്കെ പഠിച്ച കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പം എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.